ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപാട് നടന്ന സംഗതികൾ, എനിക്ക് തന്നെ അനുഭവം കിട്ടിയത്, എനിക്ക് തന്നെ ഫലം കിട്ടിയത് പറയാനുണ്ട്. എത്ര ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതൊക്കെ, നല്ല ജോലിയില്ല, ഭർത്താവ് വിദേശത്തേക്ക് പോയി, മക്കൾ വിദേശത്തേക്ക് പോയി, അവർക്ക് ജോലി ശരിയാകുന്നത്, ഈ എണ്ണം അനുസരിച്ച് നിങ്ങൾ ഓതിക്കോളി. ഇൻഷാ അല്ലാഹ് 100% ഉറപ്പാണ് നല്ല ജോലി, ഖൈറായ വരുമാന മാർഗം തുറന്നു കിട്ടുമെന്നുള്ളത്. ഇതുപോലെ വീടില്ലാത്തവർ അവർ നിയത്ത് വെച്ച് ഓതിക്കോളി. കടബാധ്യതയുള്ളവർ അവർ നിയത്ത് വെച്ച് ഓതിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ കടമാണെങ്കിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് സൂറത്തുൽ ഫത്ഹ്? സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ, ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ് അർത്ഥം. വിജയം. മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു വിജയം കൊടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ വിജയത്തിന്റെ ഭാഗമായി നമുക്കും വിജയം ലഭിക്കാൻ, നമ്മുടെ കാര്യങ്ങളും ഫത്ഹായി കിട്ടാൻ കാരണമാകുന്നൊരു സൂറത്ത്, വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റുന്നൊരു സൂറത്ത്. നമുക്ക് ആദ്യം ഒരല്പം സൂറത്തുൽ ഫത്ഹിന്റെ ചില ആയത്തുകളൊന്ന് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. സദഖല്ലാഹുൽ അലീം. പൂർണ്ണമായി ഓതണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോ അധികം നീണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം നിർത്തിയതാണ്. വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫത്ഹ്, നമുക്കറിയാം പല ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, ഇല്ലേ? നമ്മുടെ ഖൽബിൽ ആഗ്രഹങ്ങളില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും, ഒന്നല്ലെങ്കിൽ മറ്റൊരാഗ്രഹം. ഈ ആഗ്രഹങ്ങൾക്ക് പൂവണിയാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയണില്ല. എന്നാൽ പല ഇടങ്ങേറുകളും ഉണ്ടാകുന്നുണ്ട്. ആ ഇടങ്ങേറുകളൊക്കെ എല്ലാം തട്ടിമാറ്റാനും പറ്റണില്ല. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില സംഗതികൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്കിയാൽ 100%, ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രയേറെ വിശ്വാസവും അത്രയേറെ ഉറപ്പുമുള്ളത് കൊണ്ടാണ്. 100% നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാനും നമുക്ക് വരാനുള്ള വിപത്തുകൾ തട്ടിമാറാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. പോരിശകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ശ്രേഷ്ഠതകൾ പറയും. അതുപോലെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെയാണ് ഇത് പാരായണം ചെയ്യേണ്ടത്? ആദ്യമായി ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഞാൻ നിങ്ങളോട് പറയാം. സൂറത്തുൽ ഫത്ഹ് ഓതുന്നതിന് മുമ്പ് കൃത്യമായി വുളൂ ചെയ്യുക. വുളൂ എടുക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ ഖുർആൻ തൊടുകയോ ഓതുകയോ ചെയ്യരുത്. അപ്പം വുളൂ ചെയ്ത് എന്ത് ചെയ്യുക? സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ പാരായണം ചെയ്യാനിരിക്കുക. ആ ഇരിക്കേണ്ട ഇരുത്തം അത് ഖിബിലയ്ക്ക് മുന്നിട്ടായിരിക്കണം. ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഓതാനിരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അഊദും ബിസ്മിയും ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇത് ഓതിയിരിക്കണം. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ എന്ത് നന്മ ചെയ്താലും ഇബ്ലീസ് നമ്മെ വെറുതെ വിടൂല. നമ്മൾ അടുക്കലേക്ക് വരും, നമ്മളെ ഉറക്കിക്കളയും. പ്രത്യേകിച്ച് ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ഇങ്ങനെ തഴുകി ഉറക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഓതാൻ വിടൂല അവൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആദ്യം തന്നെ അവനെ ഒന്ന് ആട്ടിമാറ്റാം, അവനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം, അവനെ നമ്മുടെ പരിസരത്ത് നിന്ന് ഓടിക്കുക. അപ്പോൾ അഊദ് ഓതിയതിന് ശേഷം ബിസ്മി ഓതിയിട്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. അദബ് കേടുണ്ടാകുന്ന ഒരു സംഗതി പോലും ഈ
ഖുർആൻ ഓതുന്നതിനിടയിൽ നമ്മുടെ ഉണ്ടാകാൻ പാടില്ല. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നതിനിടയിൽ അദബുകൾ ഉണ്ടാകും. അതെങ്ങനെയാണെന്നറിയോ? ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്ന് എന്ത് ചെയ്തു, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും ഒരു കാര്യം വിശേഷം തിരക്കി, നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചങ്ങോട്ട് ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയാം. എന്നിട്ടോ ഓതി കഴിഞ്ഞിട്ട് ഒന്നുമില്ല. ഈ ഖുർആൻ നമ്മൾ എന്ത് വിലയാ കൊടുത്തത്? അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ്, ഞാൻ ഓതുന്നത് ഈ പരിശുദ്ധമായ സൂറത്താണ്. അപ്പോൾ ഇതിനൊരു മഹത്വമുണ്ട്. കാരണം എൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല നിയത്തോട് കൂടിയിട്ടാണ്, ദുനിയാവ് ആഖിറ കിട്ടണം, നല്ല നിയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഓതുന്നത്. അപ്പോൾ അതിനിടയിൽ ആരെങ്കിലും വന്ന് ദുനിയാവിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പരിഗണിക്കാതെ തിരിഞ്ഞിരിക്കാൻ പാടുണ്ടോ? അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അതിനും പരിഹാര മാർഗം ഉണ്ടല്ലോ. ഇപ്പോൾ ഓതി കഴിയുന്നവരെ ഇയാൾ കാത്തു നിൽക്കണോ? ഇയാളെ കാത്തു നിർത്തണോ? ഈ വന്നത് നമുക്ക് ആ സ്ഥാനമുള്ള ഒരാളാണ്, പവറുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ കാത്തു നിർത്തുന്നത് ശരിയല്ലോ. അപ്പോൾ ഒരു പരിഹാര മാർഗം വേണ്ടേ? എന്താ ചെയ്യേണ്ടത്? പഠിച്ചു വെച്ചോളി. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനിടയിൽ അല്ലെങ്കിൽ ഈ സൂറത്തുകൾ ഓതുന്നതിനിടയിൽ ആരെങ്കിലും വന്ന് ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നാൽ, സംസാരിക്കേണ്ടി വന്നാൽ ഒന്നല്പം മടക്കുക. ഖുർആൻ ഒന്ന് മടക്കിയതിനു ശേഷം സദഖല്ലാഹുൽ അലീം പറയുക. പറഞ്ഞതിന് ശേഷം ആളോട്ട് സംസാരിച്ചു. മനസ്സിലായില്ലേ? സദഖല്ലാഹുൽ അലീം പറഞ്ഞതിന് ശേഷം സംസാരിക്കാം. ഇനി ശേഷം ബാക്കി ഓതണം. എന്നാൽ തുറന്നതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദും ബിസ്മി ഓതിയിട്ട് വേണം ബാക്കി ഓതാൻ. അങ്ങനെ അപ്പാടി ഞങ്ങൾ ഓതരുത്. കാരണം എന്തേ? ഇതിനിടയിൽ ആളുകൾ വരുന്നതും നമ്മളെ ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിപ്പിക്കുന്നതൊക്കെ ഇബ്ലീസിന്റെ പണികളാണ്. എന്നാൽ വന്ന ആൾ ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആളെ ഇബ്ലീസ് എന്ന് വിളിക്കാൻ നിൽക്കരുത്. അപ്പം ഇബ്ലീസിന്റെ പണികളാണ് ഈ നടക്കുന്നതൊക്കെ. അപ്പോൾ ഇബ്ലീസ് എങ്ങനെയെങ്കിലും നമ്മളെ ഇത് മുടക്കാൻ ശ്രമിക്കും. അപ്പം അവനെ ഒന്ന് ആട്ടി ഓടിക്കടക്കി. അപ്പോൾ എന്ത് ചെയ്യാം? അതിനുശേഷം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പരിശുദ്ധ ഖുർആൻ നമ്മൾ ഈ പറഞ്ഞ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ പാരായണം ചെയ്യണം. ഈ പാരായണം ചെയ്യുന്നതിന് ചില കണക്കുകളും രൂപമൊക്കെ ഉണ്ട്. ചില ദിവസങ്ങൾ എത്ര ദിവസം എത്ര വട്ടം ഓതണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വിഷമങ്ങൾ നീറാൻ ഇത് എത്ര തവണ ഓതണം? ആരെങ്കിലും ഒരാൾ 21 മറ, ആരെങ്കിലും 21 തവണ ഓതിയാൽ, അല്ലെങ്കിൽ 40 മറ, ആരെങ്കിലും 41 തവണ ഓതിയാൽ, ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ഇരിപ്പിന് ഓതണം എന്നല്ല ഈ പറയുന്നത്. അതിനൊരു കണക്കുണ്ട്. എത്ര ഫീ സലാസത്തി അയ്യാമി, 3 ദിവസം കൊണ്ട് ഒരാൾക്ക് ഓതാൻ പറ്റി. 21 തവണ 3 ദിവസം കൊണ്ട് ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞാൽ, അവനങ്ങനെ ഓതി തീർത്താൽ, അല്ലെങ്കിൽ ഇനി 3 ദിവസം കൊണ്ട് കഴിഞ്ഞില്ല, അത് തിരക്കൊക്കെ ഉണ്ട്, ജോലിയുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ തിരക്കുണ്ട്, എനിക്ക് 3 ദിവസം കൊണ്ട് ഓതാൻ കഴിഞ്ഞില്ല, എന്നാൽ അതിനും പരിഹാരം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഔ ഹംസത്ത അയ്യാമി, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഓതി. 3 ദിവസം കൊണ്ട് ഓതാൻ പറ്റാത്ത ആൾ 2 ദിവസം കൊണ്ട് എക്സ്ട്രാ എടുത്തിട്ട് 5 ദിവസം കൊണ്ട് ഓതി തീർത്തു. എന്നിട്ടോ അല്ലെ ഔ സബഅത്ത അയ്യാമി, 7 ദിവസം കൊണ്ട് ഓതി തീർത്തു. ഇനി 5 ദിവസം കൊണ്ട് പറ്റിയില്ല, 7 ദിവസം കൊണ്ട് ഓതി തീർത്തു കഴിഞ്ഞാൽ, ഈ 41 തവണയോ അല്ലെങ്കിൽ പറ്റുന്ന 21 തവണയോ അവൻ ഓതി തീർത്തു കഴിഞ്ഞാൽ, ഈ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അവന്റെ ആവശ്യം അള്ളാഹു അവൻ ഉദ്ദേശിക്കാത്ത വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദു എടുത്ത് നിസ്കാരപ്പായിലിരിക്കുന്ന സമയത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾ ആ ഖുർആൻ എടുത്തിട്ട്, നമ്മൾ കാരണക്കിലേക്ക് ഇരുന്നാണ് ഇരിക്കുന്നത്, നമ്മൾ ഉദോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് എടുത്തു വെച്ചിട്ട് നല്ല നിയ്യത്ത് ഖൽബിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ സമയം കൂടിയാണ് നിസ്കാരശേഷം. ആ സമയത്ത് ഇരുന്നുകൊണ്ട് 1 2 തവണ അല്ലെങ്കിൽ ഒരു 3 തവണ നമ്മൾ കഴിവിൻ്റെ പരമാവധി എത്രയാണോ ഓതാൻ പറ്റുന്നത്, 3 3.5 പേജോ എന്തേ ഉള്ളൂ സൂറത്തുൽ ഫത്ഹ്, അതൊന്ന് ഓതിയിട്ട് നമ്മൾ മടക്കി വെച്ച അടുത്ത വക്കത്തിനടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ കുറഞ്ഞ 21 തവണ നമുക്ക് ഓതാൻ വളരെ എളുപ്പത്തിൽ കഴിയും. 7 ദിവസം കൊണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയും. അങ്ങനെ സൂറത്തുൽ ഫത്ഹ് ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ ഹാജത്ത് അല്ലാഹു അവന് മുഴുവൻ ഹാജത്തുകളും എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അത് പൂർത്തീകരിച്ചു കൊടുക്കും. നമുക്കൊക്കെ ആഗ്രഹമുള്ളവരാണ്, പല ആഗ്രഹങ്ങളാണ്. ഒന്നാമത്തെ ഒരു ആഗ്രഹം ഞാൻ പറയാം, നമുക്കൊരു നല്ല ജോലി വേണം. കാരണം പല ആളുകളും എന്നോട് കമന്റുകളായി രേഖപ്പെടുത്തിയ ഒരു ആഗ്രഹമാണിത്. പക്ഷേ അതെ, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ദ്വാരക്കണം ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഹൈറായ ജോലി കിട്ടാൻ ദ്വാരക്കണം. മക്കൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്, ഭർത്താവ് വിദേശത്ത് പോയിട്ടുണ്ട്, നല്ല ജോലി ശരിയാകാൻ ദ്വാരക്കണം. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉസ്താദേ, ആ ഉള്ള ജോലിയിൽ ഇപ്പോൾ ചെറിയൊരു ജോലിയിൽ കയറിയിട്ടുണ്ട്, അതിനൊന്നും ബർക്കത്ത് കിട്ടാൻ ദ്വാരക്കണം, അല്ലെങ്കിൽ നല്ല വരുമാന മാർഗം കിട്ടാൻ ദ്വാരക്കണം. ഇങ്ങനെ പല ആളുകളും പല വിഷമങ്ങൾ പറഞ്ഞവർ ജോലി സംബന്ധമായി. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വിഷയമാണ് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്. കാരണം എന്തേ, നല്ല ജോലിയിലൂടെ നല്ല വരുമാനം കിട്ടുകയും അതിലൂടെ നമ്മൾ പല ആഗ്രഹങ്ങൾ പൂവണിയാൻ പറ്റുകയും ചെയ്യും. ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു ആഗ്രഹമാണ് വീടുണ്ടാകുക. വീടുള്ള ആളുകൾക്ക് പല വിഷമങ്ങളാണ് വീടുമായി ബന്ധപ്പെട്ടിട്ട്. പല ആളുകളും എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിൽ പലരും പറഞ്ഞത്, ഉസ്താദേ വീടില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, ദ്വാരക്കണേ, സ്വന്തമായിട്ടൊരു വീട്ടിലുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണേ. കാരണം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ശരിയാണല്ലോ, ഞാനും വാടക വീട്ടിലാണല്ലോ, എനിക്കും ദ്വാരക്കണം, എനിക്കും അതൊന്ന് പൂർത്തീകരിച്ച് കിട്ടണം, സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറി കിടക്കണം, സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒന്ന് അന്തി ഉറങ്ങാനുള്ള ഭാഗ്യം ലഭിക്കണം, ഇത് ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ വാടക
വാടകയ്ക്ക് താമസിക്കുകയാണ്, പക്ഷേ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് കാണും. വാടകയ്ക്കുള്ള വിഷമം, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട്, കാരണം ഞാൻ സമ്പാദിക്കുന്നത് മുഴുവൻ വാടകയായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ അതൊരു വലിയ വിഷമമാണ്. അതിൽ നിന്നൊരു കരകയറി കിട്ടണം, സ്വന്തമായിട്ടൊരു വീട് വേണം. അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ ബർക്കത്തില്ല. വലിയ വീടൊക്കെ ഉണ്ട്, റാഹത്തുള്ള വീടും സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ബർക്കത്തില്ല, ജീവിതത്തിലൊരു സ്വൈര്യത കിട്ടണില്ല, ജീവിതത്തിലൊരു ബർക്കത്ത് കിട്ടണില്ല, ഒരു സന്തോഷമില്ല, ഇങ്ങനെ പറയുന്ന ആളുകൾ. ഇനിയോ മറ്റൊരു വിഷയമാണ്, നമുക്ക് എന്ത് ചെയ്യുക, നല്ലൊരു വാഹനം ഉണ്ടാകുക. വാഹനമൊക്കെ അത്യാവശ്യമാണ്, നല്ലൊരു വാഹനം കിട്ടാൻ വേണ്ടി. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതാണ്, വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാനുള്ള ചില കാര്യങ്ങളിൽപ്പെട്ടതാണ് നല്ല വാഹനം ഉണ്ടാകൽ. വാഹനം നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, വീട്ടിൽ ബർക്കത്തുണ്ടാവും. അപ്പോൾ നല്ലൊരു വാഹനം വേണം, അതൊക്കെ അത്യാവശ്യമാണ്, ആഡംബരമല്ല, അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല മക്കളെ ലഭിക്കുക എന്നുള്ളത്. മക്കൾ പല ആളുകളും ദ്വാരക്കാൻ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. കാരണം നമ്മുടെ തലമുറ നിലനിൽക്കണം, നമ്മൾ മരണപ്പെട്ടു കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാരക്കാൻ ആൾ വേണം. അപ്പോൾ നല്ല സന്താനങ്ങൾ നമുക്ക് ലഭിക്കണം, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ട് അനുയോജ്യരായ ഇണകളെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ, വധൂവരന്മാരെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ, നല്ല വിവാഹം കഴിക്കാൻ പറ്റുക, നല്ല ഇണകളെ കിട്ടുക, ഇതൊരു റാഹത്താണ്, സന്തോഷമാണ്, വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെ പല ആഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ചില മേഖലകൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പോൾ എനിക്കുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകുക, നിങ്ങൾക്കുള്ളതായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക, അതുപോലെ എനിക്കുണ്ടാകുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളാണ് ഉണ്ടാകുക, പല ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ പൂവണിയാൻ, ഇതൊക്കെ നടന്നു കിട്ടാൻ പലപ്പോഴും ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. അപ്പോൾ ഇതൊക്കെ പൂവണിഞ്ഞ് കിട്ടാനുള്ള എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ഉസ്താദെ? എന്തെങ്കിലും ദ്വായ ഉണ്ടോ, ദിക്റുണ്ടോ, സ്വലാത്തുണ്ടോ, ഒന്ന് ദ്വാരക്കാൻ ഉസ്താദ് ദ്വാരക്കണം, അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം, ഇങ്ങനെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം, ഏറ്റവും ഉദാത്തമായൊരു പരിഹാരം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ കിട്ടൂല. അത്രയും പരിഹാരം 100% ഉറപ്പ് പറയാൻ പറ്റിയൊരു വിഷയം സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും 100% നിങ്ങളുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ മതിയായതാണ്. എത്ര ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എൻ്റെ മകന് നല്ലൊരു മകളെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നല്ലൊരു ഇണയെ കിട്ടണം, ഒരു ഉമ്മയുടെ ആഗ്രഹമാണ്, ഒരു ഉപ്പാന്റെ ആഗ്രഹമാണ്. ഉപ്പ മനസ്സിൽ വെച്ചിട്ട് ഓദിക്കോളി, ഉമ്മ മനസ്സിൽ വെച്ചിട്ട് ഓദിക്കോ, അത് എൻ്റെ മകന് നല്ലൊരു ഇണയെ കിട്ടണം, നല്ല ഹൈറായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഓതി തീർത്തോ. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന രൂപത്തിൽ ഈ എണ്ണം അനുസരിച്ച് നിങ്ങൾ ഓദിക്കോളി, നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മരുമകളെ കിട്ടും. ആ മകന് അനുയോജ്യമായ ഒരു ഭാര്യയെ, സ്വാലിഹത്തായ ഒരു പെണ്ണെ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികളുണ്ടാകണില്ല, വിഷമം, അല്ലെ എനിക്ക് മക്കളുണ്ടാകുന്നില്ല, സങ്കടം. അപ്പൊ എന്ത് ചെയ്യുക, മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചിട്ട് അള്ളാഹു എനിക്ക് നല്ല മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അള്ളാഹ് എന്ന നല്ല നിയ്യത്തോടുകൂടി ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതിക്കോളി. തീർച്ചയായിട്ടും നല്ല മക്കളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും. നല്ല ജോലിയില്ല, ഭർത്താവ് വിദേശത്തേക്ക് പോയി, മക്കൾ വിദേശത്തേക്ക് പോയി, അവർക്ക് ജോലി ശരിയാകുന്ന എത്രയോ ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടെന്നറിയോ. അള്ളാഹു ഖൈറായ ജോലി അടുപ്പിച്ചു കൊടുക്കുമാറാട്ടെ. നല്ല നിയ്യത്ത് വെച്ച് നിങ്ങൾ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് 100% ഉറപ്പാണ്, നല്ല ജോലി, ഖൈറായ വരുമാന മാർഗം തുറന്നു കിട്ടുമെന്നുള്ളത്. ഇതുപോലെ വീടില്ലാത്തവർ അവർ നിയ്യത്ത് വെച്ച് ഓതിക്കോളി. കടബാധ്യതയുള്ളവർ അവർ നിയ്യത്ത് വെച്ച് ഓതിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ കടമാണെങ്കിലും അവന്റെ വിശാലമായ ഖജനാവിന് മുമ്പിൽ ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവന്റെ വിശാലമായ ഖജനാവിൽ നിന്നും അവൻ നമുക്ക് നൽകാനുള്ളത് മുഴുവൻ, ഈ ലോകത്തിന് നൽകാനുള്ളത് മുഴുവൻ അവൻ ഒന്ന് മുക്കി കോരിക്കൊടുത്താൽ, എത്ര കോരിക്കൊടുത്താലും നമ്മൾ ഈ സൂചി എടുത്തിട്ട് കടലിൽ മുക്കിയിട്ട് പൊക്കിയാൽ അതിന്റെ തുമ്പത്ത് എത്ര തുള്ളി ഉണ്ടാകും, അത്ര പോലും കുറവ് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അള്ളാഹുവിന് വലിയ വിഷയമുള്ള സംഗതിയൊന്നുമല്ല. നല്ല നിയ്യത്ത് വെച്ച് നമ്മളെ ഖൽബ് നന്നായിട്ടൊന്ന് ഓതാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ മർഹൂബിൻ, അതുപോലെ തന്നെ അവന്റെ സകല വെറുക്കപ്പെടുന്ന സംഗതികളും, അവന് ഇഷ്ടമില്ലാത്ത സംഗതികളും, അവൻ ആവശ്യമില്ലാത്ത സംഗതികളും, ഇടങ്ങേറുണ്ടാക്കുന്ന, മുസീബത്തുണ്ടാക്കുന്ന സകല വിഷമങ്ങളും അള്ളാഹു തട്ടിമാറ്റി കൊടുക്കും. നോക്കിങ്ങൾ എല്ലാ ഹാജത്തും ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, അവന്റെ വിഷമങ്ങൾ തട്ടിമാറും. ഉസ്താദെ കടമാണ്, ബുദ്ധിമുട്ടുണ്ട്, ദ്വാരക്കണം. സമ്പത്തില്ല, സാമ്പത്തികമായ പല പ്രയാസത്തിലാണ്, വിവാഹം ശരിയാകുന്നില്ല, വീട് റെഡിയാകുന്നില്ല, എത്ര നോക്കിയിട്ടും വീട് പണി കഴിയുന്നില്ല, നല്ല ജോലി എങ്ങും കിട്ടണില്ല, നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുന്നില്ല, മനസ്സിനടങ്ങിയ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി അത് ലഭിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞ ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വിഷമം പറഞ്ഞവർ, കുടുംബത്തിനിടയിൽ വിഷമം പറഞ്ഞവർ, മക്കളും മാതാപിതാക്കളും തമ്മിൽ പോരിൽ കഴിയുന്നവർ, അയൽവാസികൾ തമ്മിൽ വിഷമത്തിൽ കഴിയുന്നവർ. ഇനിയോ ഈ രണ്ട് വമ്പൻ നേട്ടങ്ങൾക്ക് പുറമെ, ഒന്ന് നമ്മുടെ ആവശ്യ പൂർത്തീകരണം, രണ്ട് നമ്മളുടെ വിഷമങ്ങൾ തട്ടിമാറൽ, മൂന്നാമത്തതും നാലാമത്തതും മഹാന്മാർ പഠിപ്പിച്ചത്
ദുനിയാവിൻ്റെ സകല ഖൈറുകളുടെയും വാതിൽ ഇതൊരാൾ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ തവണ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓതിക്കഴിഞ്ഞാൽ അവന് ദുനിയാവിൻ്റെ സകല ഖൈറുകളും അള്ളാഹു തുറന്നു കൊടുക്കുന്ന, അതിലെല്ലാം പെട്ടില്ലേ, ഈ പറഞ്ഞത് മുഴുവൻ പെട്ടില്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല നിയത്ത് വെച്ചോളി, എനിക്ക് അള്ളാഹുവെ ഇന്നു മുതൽ ഓതാൻ നീ തൗഫീഖ് നൽകണേ എന്ന് ദ്വാരനോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വൽ ആഖിറ, ആഖിറത്തിൻ്റെയും മുഴുവൻ ഖൈറുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു കൊടുക്കുന്ന. ദുനിയാവിൻ്റെ ഖൈറുകൾ ഞാൻ പറഞ്ഞു, നല്ല വീട് കിട്ടുക, വാഹനം കിട്ടുക, അതുപോലെ നല്ല ജോലി കിട്ടുക, മക്കളെ കിട്ടുക, നല്ല ഇണകളെ കിട്ടുക തുടങ്ങി, അതുപോലെ ഇടങ്ങേറുകൾ തട്ടി മാറുക, ഖൈർ കിട്ടുക എന്നുള്ളതിലൊക്കെ പെട്ടു. അത് നമ്മുടെ കണ്ണേറുകൾ, മുസീബാത്തുകൾ, ഫിത്നകൾ, ഫസാദുകൾ നിന്നൊക്കെ രക്ഷപ്പെടുക, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, ഇങ്ങനെ തുടങ്ങി നമുക്ക് വരാൻ ആവശ്യമില്ലാത്ത ആഗ്രഹമില്ലാത്ത സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുക. ഇതൊക്കെ നമുക്ക് ഖൈറാണ്. ഇനിയോ ആഖിറത്തിന്റെ ഖൈർ എന്താ? ദുനിയാവിന്റെ ഖൈർ കിട്ടി, ഇനി ആഖിറത്തിന്റെ ഖൈർ പരിശുദ്ധ ഖുർആനല്ലേ നമ്മൾ പാരായണം ചെയ്തത്, പരിശുദ്ധ ഖുർആനിലെ വലിയ മഹത്വമുള്ള സൂറത്തുൽ ഫത്ഹല്ലേ പാരായണം ചെയ്തത്. നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ നേട്ടം ആഖിബത്ത് നന്നായി കിട്ടണം, നമ്മുടെ ആ അവസാനം നന്നായി കിട്ടണം. എന്നാൽ ബാക്കിയൊക്കെ രക്ഷപ്പെട്ടു കിട്ടും. അതിനുശേഷം പോകുന്ന ഖബർ വെളിച്ചമായി കിട്ടണം. അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഗതികളും രക്ഷപ്പെട്ടുവെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇനി അവിടുന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന സമയമുണ്ട് ഖിയാമത്ത് നാളിൽ. ആ എഴുന്നേൽക്കുന്ന സമയം നല്ല ആളുകളുമായിട്ട് പോകണം, സ്വാലിഹീങ്ങളുമായിട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതൊക്കെ നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, അത്യാവശ്യങ്ങളാണ്, വേറെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടണം. മുത്തുനബി തങ്ങൾ ദ്വാരക്കാരുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വജഅൽനി ഫീ സുബ്റത്തിൽ മസാക്കീൻ. അല്ലാഹുവേ, എന്നെ നീ എന്ത് ചെയ്യണം? സമാധാനമുള്ളവനായിട്ട് നീ ജീവിപ്പിക്കണം, സമാധാനമുള്ളവനായി മരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ സമാധാനമുള്ളവരോടൊപ്പം നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണം. അത് നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി അവിടുന്ന് നമ്മുടെ നന്മതിന്മകളൊക്കെ വിചാരണ ചെയ്യുന്ന സമയത്ത് നന്മ ഒരുപാടായി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാളെ സിറാത്ത് പാലം കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മുത്തുനബി തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണം. ആ പുന്നാര മുഖം കണ്ടുകൊണ്ട് നാളെ സ്വർഗത്തിൽ കഴിയണം. അതുപോലെ തന്നെ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടണം. ഇതൊക്കെ നമ്മൾ ആഖിറത്തിന്റെ ആവശ്യങ്ങളാണ്. ഇതൊക്കെ കിട്ടാൻ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ പാരായണം പതിവാക്കിക്കൊള്ളാൻ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് ഞാൻ ഈ പറഞ്ഞത് ഉപകാരപ്പെട്ടു ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. ഈ പറഞ്ഞത് മഹത്തുക്കളാണ് നമ്മെ പഠിപ്പിച്ചു തന്നത്. അവരുടെ ജീവിതത്തിൽ പതിവാക്കി. എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപാട് നടന്ന സംഗതികൾ, എനിക്ക് തന്നെ അനുഭവം കിട്ടിയത്, എനിക്ക് തന്നെ ഫലം കിട്ടിയത് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖലാഉകളും എല്ലാ ഹാജത്തുകളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷ നൽകുമാറാകട്ടെ. കാരണം കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര ആഗ്രഹങ്ങളുള്ള ആളുകളാണ്, എത്ര വിഷമങ്ങൾ പറയുന്നവരാണ്. കാരണം അത് കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, എല്ലാവർക്കും വേണ്ടി ദ്വാരന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പരസ്പരം ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ദ്വാ വസിയത്ത് ചെയ്യുന്നത്. കാരണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദ്വായാണ് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുക. അവന് സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്ലാഹു അത് കബൂലാക്കി തരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദ്വാരക്കണം. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹങ്ങൾ വെമ്പുന്ന കൽബുമായി നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വിഷമങ്ങളുള്ള ആളുകളുണ്ട്. അവർക്ക് ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വഴിയാണല്ലോ ഇത്. അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു പ്രതിഫലം കാരണം, അതിൻ്റെ ഒരു ബർക്കത്ത് കാരണം നമ്മുടെ ജീവിതത്തിലും ഖൈറുകൾ ഉണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദുആ ദിക്റോ ഖുർആനോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.